നമസ്കാരം. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണ്. പക്ഷേ അൻവർ എത്ര മുട്ടിയാലും UDFന്റെ വാതിൽ അൻവറിന് മുന്നിൽ തുറക്കില്ല എന്ന് ഉറപ്പായ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒടുവിൽ അൻവർ പടിക്ക് പുറത്തു തന്നെ എന്ന കാര്യത്തിൽ തീരുമാനമായി. എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും അൻവറിനെ UDFിലേക്ക് എടുക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ല എന്ന കടുത്ത നിലപാടിലാണ് UDFിലെ നേതാക്കന്മാരെല്ലാം. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് എന്നത് പരസ്യമായ രഹസ്യമായി തുടരുകയും ചെയ്യുന്നു. അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ച് വലിയ ഭൂരിപക്ഷം നേടി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അൻവറിനെ പോലെ ഒരു വായ പോയ കോടാലിയെ വീണ്ടും എടുത്ത് തോളത്ത് വെക്കാൻ തയ്യാറല്ല എന്ന ശക്തമായ നിലപാട് തന്നെയാണ് കോൺഗ്രസിലെ മിക്ക നേതാക്കന്മാരും കൈക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ പിന്നീട് നേരിട്ടേക്കാവുന്ന അതിഭീകര പ്രത്യാഘാതങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഇത്തരമൊരു നിലപാട്. ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കടന്നാക്രമിച്ച് LDFിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇത്ര പ്രയാസകരമാകും UDF പ്രവേശനം എന്ന് സ്വപ്നത്തിൽ പോലും PV അൻവർ വിചാരിച്ചിട്ടുണ്ടാകില്ല. പിണറായി വിജയനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് LDFിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പട്ടും വളയും കൊടുത്തു തന്നെ കോൺഗ്രസ് അൻവറിനെ സ്വീകരിച്ചിരുത്തുമെന്ന് അൻവർ വെറുതെ പ്രതീക്ഷിച്ചു പോയി. എന്നാൽ ആ പ്രതീക്ഷയ്ക്കൊക്കെ ഏറ്റ വലിയ തിരിച്ചടിയാണ് പിന്നീട് രാഷ്ട്രീയ കേരളം കണ്ടത്. വാക്കുകളിലെ അൻവറിന്റെ സംയമനമില്ലായ്മ നന്നായി അറിയാവുന്ന VD സതീശൻ അൻവർ പോലും അറിയാതെ ഒരു പരീക്ഷണ കാലം അയാൾക്ക് സമ്മാനിച്ചു എന്ന് വേണം കരുതാൻ. അതേ വഴിയിൽ UDFും അൻവറിനെ പരീക്ഷിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോലെ UDF പ്രവേശനത്തിന് അരങ്ങൊരുക്കുന്ന കാലമില്ല എന്ന് അൻവറിനും അറിയാമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പരീക്ഷണമാണ് UDF തനിക്കായി ഒരുക്കിയതെന്ന് പാവം അൻവർ അറിഞ്ഞതുമില്ല. ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഉടക്കിട്ട് തുടങ്ങിയ അൻവറിന്റെ ലക്ഷ്യം രണ്ടായി വളർന്നു. ഒന്ന് തന്റെ UDF പ്രവേശനം, രണ്ട് ആര്യാടൻ ഷൗക്കത്ത് ഒരിക്കലും നിലമ്പൂരിൽ മത്സരിക്കരുത്. അവിടെ ജോയി എന്ന തന്റെ ഇഷ്ടക്കാരൻ തന്നെ മത്സരിക്കണമെന്ന കടുംപിടുത്തത്തിൽ അൻവർ ഉറച്ചു നിന്നു. താൻ MLA ആയിരുന്ന നിലമ്പൂരിലേക്ക് ഷൗക്കത്ത് വരുന്നത് അൻവറിന് സഹിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. മുന്നണി പ്രവേശനത്തിന് തടസ്സം VD സതീശനാണെന്ന് ധരിച്ച അൻവർ പിന്നീട് സതീശനെതിരെയും തിരിഞ്ഞു. പിണറായി വിജയന്റെ തീരുമാനം നടപ്പിലാക്കലാണ് സതീശന്റെ പണിയെന്ന് വരെ പറഞ്ഞു വെച്ചു. 2026 സതീശൻ നയിച്ചാൽ UDF അധികാരത്തിൽ എത്തില്ല എന്ന് പോലും പറയാൻ അൻവർ മടിച്ചില്ല. വിഭജന രാഷ്ട്രീയത്തിന്റെ അമ്പയത്തും ഇതിനിടയിൽ അൻവർ കൃത്യമായി നടത്തി. K സുധാകരനെയും രമേശ് ചെന്നിത്തലയെയും മുസ്ലിം ലീഗിനെയും മോശമായി ഒരക്ഷരം പറയാതെയായിരുന്നു ആ വിഭജന തന്ത്രം. K സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലുള്ള പല അതൃപ്തികളും കൃത്യമായി ഉപയോഗിക്കാൻ അൻവർ ശ്രമിച്ചു. എല്ലാത്തിനും കാരണക്കാരൻ സതീശനെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു. K സുധാകരൻ താൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെയും മാറ്റണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിന്നതിനെയും കൃത്യമായി ഉപയോഗിക്കാൻ PV അൻവർ മറന്നില്ല എന്ന് വേണം പറയാൻ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താൻ മത്സരിച്ചാൽ ഏത് ഡിമാൻഡും UDF അംഗീകരിക്കുമെന്ന കണക്കുകൂട്ടലായിരുന്നു പിന്നീട് അൻവറിനുണ്ടായിരുന്നത്. അതുവഴി താൻ ആഗ്രഹിച്ചത് നേടിയെടുക്കാമെന്നും അൻവർ മോഹിച്ചു. അവസാന നിമിഷം വരെ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറാം എന്ന് പറഞ്ഞ് വിലപേശൽ കോൺഗ്രസിനോട് നടത്താൻ അൻവർ ഒരു തരി പോലും മടിച്ചില്ല. പക്ഷെ അതിലൊന്നും കോൺഗ്രസ് ഉലയാതെ പിടിച്ചു നിന്നു എന്ന് വേണം പറയാൻ. അൻവറിസത്തിന്റെ മുനയൊടിക്കാൻ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കുമെന്ന് VD സതീശന് നന്നായി അറിയാമായിരുന്നു. അൻവർ വിള്ളൽ വീഴ്ത്തുക LDF വോട്ടുകളിലായിരിക്കുമെന്ന UDF ബോധ്യവും കണക്കുകൂട്ടലും കൃത്യമായി നടന്നു. 19,760 വോട്ടുകൾ നേടി അൻവർ നിലമ്പൂരിൽ ശക്തി തെളിയിച്ചു. പക്ഷെ അത് അംഗീകരിക്കുമ്പോഴും അൻവർ എന്തിനാണോ ശ്രമം നടത്തിയത് അത് പരാജയപ്പെട്ടു. ആ വോട്ടുകൾ കൊണ്ട് ഒന്നുമായില്ല എന്ന് ചുരുക്കം. UDF പ്രവേശനം അടഞ്ഞ അധ്യായമായി തന്നെ ഇപ്പോഴും അൻവറിന് മുന്നിൽ നിൽക്കുകയാണ്. ഭീഷണിപ്പെടുത്തിയുള്ള അൻവറിന്റെ മുന്നണി പ്രവേശന ശ്രമങ്ങൾക്ക് ശേഷമുള്ള ഇപ്പോഴത്തെ അനുരഞ്ജന നീക്കങ്ങൾ തൽക്കാലം ചെവി കൊടുക്കാൻ ഒന്നും തങ്ങൾ തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിലാണ് UDF. മധ്യസ്ഥത വഹിക്കാനില്ല എന്ന് മുസ്ലിം ലീഗും നിലപാട് സ്വീകരിച്ചതോടെ അൻവറിന്റെ മുന്നിൽ UDF വാതിൽ അടഞ്ഞു തന്നെ കിടക്കുമെന്ന കാര്യം ഉറപ്പായി. പോരാട്ടത്തിനിറങ്ങി പോർക്കളത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷനാവുന്ന നിലയിലേക്ക് അൻവർ മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പിണറായിസത്തെയും സതീശനിസത്തെയും കടന്നാക്രമിച്ച് നെക്സസ് ആരോപണങ്ങൾ ഉന്നയിച്ചെത്തിയ PV അൻവറിന് രാഷ്ട്രീയം വഴിമുട്ടി. എത്ര മുട്ടിയാലാണ് ഇനി UDFന്റെ രാഷ്ട്രീയ വാതിൽ തുറക്കുക എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.
പക്ഷേ അൻവർ ഒറ്റയ്ക്ക് നേരിട്ട പരീക്ഷണ കാലം ഒന്നും മുന്നിൽ വെച്ച് വിലപേശിയിട്ടും കാര്യമില്ല. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇനി സീറ്റിന് വേണ്ടി അൻവർ എന്തും ചെയ്യാനും പറയാനും മടിക്കില്ല എന്നത് കോൺഗ്രസിനുള്ളിൽ ഭയപ്പാട് വളർത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിലമ്പൂരിൽ കോൺഗ്രസ് നേടിയ ഭൂരിപക്ഷ വിജയം കോൺഗ്രസിന് നിയമസഭാ തിരഞ്ഞെടുപ്പിലുള്ള വിശ്വാസവും കൂട്ടിയിട്ടുണ്ട്. അൻവറിനെ കോൺഗ്രസിലെടുത്താൽ ആവശ്യപ്പെട്ട ആഭ്യന്തരവും വനവും ചോദിച്ച് പിന്നെയും വലിയ തർക്കങ്ങളും വെല്ലുവിളികളും കോൺഗ്രസ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം.